എങ്ങനെയപ്പ അത് പറയാ? നിങ്ങൾ സാധാരണ എന്തുകൊണ്ടാ പറയാറ്? വായോണ്ടല്ലേ, അല്ലാണ്ട് വേറൊന്നുണ്ടല്ലോ. നിങ്ങൾ പറകളേ, എന്താണ് കാര്യം? പറയാ എനിക്ക് കുറച്ച് ക്ഷമ തരണേ. എന്റെ തൊള്ള എന്നങ്ങാ നിങ്ങൾ പറയൂ. നിങ്ങൾ പറയേ, ഞാനിപ്പോൾ വരാം. കുറേ കേട്ടിട്ടുണ്ട് വേഗം വരുന്നു. ഇപ്പം വരും വേഗം. പോണ പോക്കുണ്ടാവില്ല, ചെമ്പട്ടി എടുത്ത് തലക്കറിയാൻ തോന്നും. അതിനിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. മമ്മി നിങ്ങൾ പറഞ്ഞ കാര്യം അതൊരു ഫ്ലാഷ് ബാക്കാണ്. തൂം 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 ഇങ്ങടെ എൻ്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ കൺട്രോൾ തരണേ. മമ്മി എന്ന് വിളിച്ച വായെ കൊണ്ട് എന്നെ കൊണ്ട് വേറെ എന്തേലും വിളിപ്പിച്ചാലാണ് കാര്യം പുറത്തുള്ളപ്പിടിയ. താൻ്റെ പിന്നാലെ കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് താൻ എന്നെ ഫോളോ ചെയ്യണേ. ഞാൻ ക്രിമിനൊന്നല്ലടോ എന്നെ അങ്ങനെ ഫോളോ ചെയ്ത് വരാൻ. എന്താ കാര്യം? മാതാവി പെട്ടല്ലോ, കുരിശിൻ്റെ മുന്നിൽ പെട്ട്. അപ്പോഴേ ഒറ്റ കൂടെ നടന്നാൽ മതിയായിരുന്നു. വൃത്തിയോടെ പിന്നാലെ വന്നു. അത് പിന്നെ ചേട്ടൻ അത് ഞാൻ ഒന്നുമില്ല. തനിക്ക് എന്തേലും പറയാനുണ്ടോ എന്നോട്? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് എന്തേലും പറയാനുണ്ടോ? ഓക്കെ താൻ പറയണ്ട. എനിക്ക് പേടിയാണ് പറയണ്ട. പക്ഷെ എനിക്ക് തൻ്റെ ഭയം കൊണ്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഫസ്റ്റ് പറയാം. ഞാൻ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. തന്നെ പിന്നെ നടന്ന കാര്യം, തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ടൈമിലൊന്നും എനിക്ക് ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ടൈമായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെയല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ താനിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തന്നോട് പറയാൻ തോന്നി. എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. എനിക്ക് ടൈം വേണമെങ്കിൽ എടുത്തോ, ബട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയായിട്ട് എൻ്റെ പിന്നാലല്ലേ. അപ്പം ഞാനത് പറഞ്ഞ സ്ഥിതിക്ക് താൻ യെസ് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം തന്നെ റിപ്ലൈ കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കത് ടൈം എടുക്കണമെങ്കിൽ എടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. താനല്ല എന്നോട് ഫസ്റ്റ് പറയണ്ടേ. എനിക്ക് തൻ്റെ വേണ്ടത് കേൾക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പറിച്ചതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയാൻ വെച്ചത്. അല്ല, എന്തായാലും കുറേ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. താൻ ചെല്ലാൻ നോക്ക്, ഫ്രണ്ട്സ് തിരക്കും. നമുക്ക് കാണാം. ശരി, വരാൻ വന്നതാ എന്നെ തിരക്കും. അപ്പം ശരി ചേട്ടാ, എന്നെ കാണാം. താൻ തന്നെ എന്താ ഇതിനൊക്കെ താനിങ്ങനെ ഞെട്ടേന് എത്ര ഞെട്ടാൻ കൊടുക്കുന്നു? അപ്പോഴൊക്കെ തന്നെ എന്താ ചെയ്യാ? കിസ്സും നടന്നൂല്ലേ? അല്ലേലൊക്കെ പണ്ടേ പൊളിയാം. എന്തേലും കൺഗ്രാറ്റ്സ് മമ്മി. എനിക്ക് വയ്യ, കൊച്ചിക്കള്ളൻ എൻ്റെ ഉപ്പ പണ്ടേ പൊളിയാം. എന്നാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷ എൻ്റെ ഉപ്പാനെ പറ്റിയിട്ട്. എന്തായാലും കൺഗ്രാജുലേഷൻസ് അമ്മ. ആരാന്ന്? അതെൻ്റെ റിംഗ്ടോണാ. അടക്കറിഞ്ഞൂടെ എനിക്ക് DJ മ്യൂസിക്കിനോട് പണ്ടേ പ്രണയമാണെന്ന്. അതുകൊണ്ട് ഞാനത് തട്ടതാ. ഇനി എൻ്റെ രസമില്ല. കേട്ടേച്ചാലും മതി ആ DJ. രാത്രി കിടക്കാൻ നേരത്ത് മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ റിംഗ്ടോണായിട്ട് വന്നോണ്ട് എൻ്റെ തള്ള. മര്യാദയ്ക്ക് അത് മാറ്റില്ല, കിടക്കാരനെ കുറ്റി അടിച്ച് പൊട്ടിക്കും. അല്ല, ആരാത്? ആരെ വിളിച്ച്? അതിരിക്കണം. ഞങ്ങൾ കാണാൻ ഒരു പുതിയ പാർക്കിൻ്റെ ഇടയ്ക്ക് വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കാണാത്തതുകൊണ്ട് വിളിച്ചതാ. പിന്നെ 3 ദിവസം പേടിക്കണ്ട, ഞാൻ റിംഗ്ടോൺ മാറ്റാൻ പോകാൻ. ഞാൻ എൻ്റെ റിംഗ്ടോണ്
ചന്ദ്ര ഫയർ മര്യാദയ്ക്ക് നല്ല റിംഗ് ടോൺ വെച്ചോ. calm down my daughter, I mean son. ഞാൻ പോയി ഇക്കനെ കണ്ടിട്ട് വരാം. റിംഗ് ടോൺ നമുക്ക് സെറ്റാക്കി ഞാൻ വേറെ ഐഡോൾ ഉണ്ടാക്കി വെച്ചുതരാം. എന്നാടാ കെട്ടിയവൻ്റെ ഐഡോള് ഇറങ്ങി പൊക്കതല്ല, അല്ലെങ്കിൽ എൻ്റെ കൈ കിട്ടിട്ട് പറയാന്ന് അറിയും അല്ലവനായിട്ട് തള്ളപ്പൊടി. ഓ മൈ മാതാവേ, എൻ്റെ പഠിച്ചോനെ ചെക്കൻ്റെ കിരിപ്പണം. ഞാൻ പോവാനേ എൻ്റെ കണ്ണെടുത്തിട്ട് അങ്ങനെ ഞാൻ കാണാൻ വിളിക്കട്ടെ. അപ്പപ്പേ അങ്ങനെ മമ്മി ബിസിയായി. പിന്നെ നമ്മുടെ വൈക പിന്നെ നേരത്തെ ബിസിയാണല്ലോ. ഇന്ന് എൻ്റെ കൊച്ചിനെ ഒന്ന് ബിസിയാവാം. കാണാനായിട്ട് ഉറക്കം വരണില്ല. എന്നാണ് നിനക്കതിന് യോഗം? അടുത്ത ജന്മത്തിൽ എന്തേ? എടാ ഞാൻ കാര്യമായിട്ടാ ചോദിക്കണം. നീ ഒന്ന് പറ, എന്നാ നിനക്കും ഇതുപോലൊരു യോഗം? ആര് ചോദിച്ചാലും നിങ്ങളിങ്ങനെ ചോദിക്കുന്ന ജിമിനേട്ടാ ചങ്ക് വിട്ടു. കാരണം മറ്റുള്ള ആരെക്കാളേറെ ഇക്കാര്യത്തിൽ സാക്ഷിയായിട്ടുള്ള നിങ്ങളാണ്. ആ നിങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ ചങ്കങ്ങ് തകരും. പിന്നെ അയാൾക്ക് എന്നോടില്ലാത്ത സാധനം എനിക്ക് അയാളോട് അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കങ്ങനെ വിരിച്ചിട്ടില്ലായിരിക്കും. പിന്നെ വിധി എനിക്ക് വേണ്ടി കാത്തു വെച്ചതാണ് രാഹുൽ എന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്നെ കിട്ടും. നീ പിന്നെ കുറേ നേരം ഇതുവരെ പോയിട്ട് അവിടെ പോയി നോക്കാം. അവളോട് ഈ കാര്യം പറയണ്ടേ? എൻ്റെ കൊച്ചെന്തിനാ എന്നെ വിഷമിക്കുന്നത്? നീ ഇത്രയും കാലമായിട്ട് പിന്നാലെ തന്നെ നിനക്ക് അത്രയ്ക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? ഇഷ്ടമായിരുന്നില്ല, ഇപ്പോഴും ഇഷ്ടമല്ലേ? എടാ എന്നെങ്കിലും ഒരിക്കൽ ആൾക്കത് മനസ്സിലാവാണ്ടിരിക്കൂലല്ലോ. ആളത് മനസ്സിലാക്കും. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ചിലപ്പോൾ ആൾക്കങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവനെ അടിക്കുമ്പോൾ പറഞ്ഞത് ഓർമ്മയില്ല എനിക്ക് എൻ്റെ പെണ്ണെന്ന്. ചിലപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടെങ്കിലും എന്തിനായിക്കോട്ടെ, നീ വാ വഹിക്കാനെ നോക്കാം. എൻ്റെ പെണ്ണ് നിൻ്റെ സൊള്ളലൊക്കെ കഴിഞ്ഞ് ഇനി ശാന്തിയും സമതിയും തെളിവരെ അലിച്ച് നൈറ്റ് വർക്ക് ഞാൻ പോയിട്ട് വരാം. ബൈ വേഗം വരാം. അയില്ല എൻ്റെ ഓളി എടുത്തൊന്നും വരൂലാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ജിബിനായിട്ട്. അവൾ പണ്ട് എവിടെ ആയിപ്പാണ് ബൈക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയണ്ട കേട്ടിട്ട് പോടി. എൻ്റെ നാത്തൂനേ ടൈമില്ല, ഞാൻ വരും എന്നിട്ട് കേൾക്കാം. അപ്പം ബേബി പിന്നെ നമുക്കറിയാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പോകണം. നല്ല കാര്യമാണ്. അതിൻ്റെ ഇവളവളുടെ ഫോൺ വല്ല പാറക്കൻ്റെ മുകളിലിട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ പോകുവാണോ എന്തോ? അത് ഇനിയുള്ളവൻ്റെ ബ്രേക്കപ്പിനോ മറ്റോ? അതൊക്കെ നല്ല കാര്യമില്ലല്ലോ. എന്നാലും ഇവിടെ എന്തിനാ പോകണം? എന്തിനാലും പോട്ടെ. എന്തോ പറയാമെന്ന് അതും പറഞ്ഞു പോയി. എന്തായാലും അമ്മേ പോയി വേഗം വരട്ടെ. ഇപ്പം വെയിറ്റ് ചെയ്ത് പിന്നെ നാത്തൂനായതുകൊണ്ട് പറയാറില്ല. അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയാൽ പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അവൾ വരില്ല. എന്തെങ്കിലും ഞാൻ ഇന്ന് പോയി കുളിക്കട്ടെ. ഭയങ്കര ചൂട്ട് അല്ല ഈസിയാണല്ലോ. എന്തെങ്കിലും ഭയങ്കര തണുപ്പ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇന്നാലും എവിടെ പോയി? ഈ ഭൂലോകം വരെ ഞാൻ തപ്പി നട്ടിങ്ങീര് കാണാനല്ലോ. ഇങ്ങീര് കാട്ടുമുക്കി പോയി കിടക്കാം. പിന്നെ നിൽക്ക്. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ ശരീരം? ഓ മൈ കർത്താവേ, ഞങ്ങളോട് പറയാണ്ട് ഓള് കമ്മിറ്റഡായി. ഇത് ഞാൻ വെച്ച് ഉറപ്പിക്കൂടി. ചിലവ് തരേണ്ട മടിക്ക് ഓള് കമ്മിറ്റഡായത് ആരോട് പറഞ്ഞില്ല. ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കൂലെന്ന് പറഞ്ഞാൽ പൊറപ്പിക്കൂല. നാത്തൂനേ ജിമിനേ ഓടിവാടാ, ഓള് കമ്മിറ്റഡായി. നിങ്ങളുടെ കണ്ടൊക്കെ പഴിച്ചു പോയേ. എൻ്റെ ഫോണാണല്ലോ. എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ വിളിക്കാനോ? അല്ലെങ്കിൽ വേണ്ട, എടുക്കാം. ഇന്നലെ നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, മുള്ളമ്പന്നി. മുള്ളമ്പന്നിയ? എൻ്റെ ഏട്ടൻ വിളിക്കണ പേര് ഏതോനെ ഞങ്ങളുടെ ഏട്ടനാവും. ഹലോ നീനു ബേബി, എന്തൊന്നും മിണ്ടാത്തെ? ബേബിയാ? നമ്മളുടെ നിക്നെയിം അറിയാൻ മാത്രം ഏതോനെ ഏട്ടനല്ലെന്ന് മനസ്സിലായി.
ഇത് നീനുമല്ല. ആരടാ നീ? ഏ ഇതാ മുള്ളമ്മന്നില്ലായിരുന്ന തുലഞ്ഞേ. ഹലോ ഹലോ ഹലോ. വിച്ച് 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 ഓൻ കോൾ കട്ടിയത്. ഏതവനെ ട്രൂ കോളറിൽ പോയി നോക്കിയിട്ട് ഇതായിരുന്നു വിളിച്ചത്. ഇപ്പം ശരിയാക്കി തരാം. ഹലോ ഹലോ ഹലോ. എവിടെ നിന്നാണ് കള്ളം പോയിട്ട് നിനക്ക് ഇവിടെ നമ്പർ കിട്ടി? കള്ളി ഒക്കെ മനസ്സിലാക്കി കളിക്കും. കളി പോടുന്നു ചേട്ടേ നാരി അനിയുടെ നല്ലോണക്ക് നമ്പർ കിട്ടി. വെറുതെ കളിക്കുന്നത്. എനിക്ക് എന്താണ് ഈ നട്ടപ്പാതിരിക്കുക കാര്യം? നമ്പറൊക്കെ കിട്ടി. ഈ രാഹുലിനാണോ നമ്പർ കിട്ടാൻ പാട്? പിന്നെ നട്ടപ്പാതിരൊന്നല്ല, രാത്രി 9 മണി ഇട്ടുള്ളൂ. ഈ നട്ട കുരിക്കത്തെന്നുള്ള പറയുന്നത്. ആ പിന്നെ നിങ്ങൾ പറഞ്ഞത്ര എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ. എന്തിനാണ് വിളിച്ചത്? ഞാൻ എൻ്റെ പെങ്ങളെ വിളിച്ചതല്ലേ. പെങ്ങളാ? ഏത് പെങ്ങള്? വൈകിയാണെങ്കിൽ ദിസ് ഈസ് റോങ് നമ്പർ. ഇത് വൈകിയുടെ നമ്പറല്ല, അനന്യയുടെ നമ്പറാണ്. റോങ് നമ്പറൊന്നല്ല, ശരിയായ നമ്പറാണ്. അനന്യയും എൻ്റെ ഒരു പെങ്ങളല്ലേ. ഓഹോ, എങ്ങനെയാണോ? എന്നാൽ എൻ്റെ അനന്യയുടെ ആങ്ങളെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ് ആ ഗുഡ് ന്യൂസ്? അനന്യയുടെ കല്യാണത്തേച്ച. എന്തോന്നു? കല്യാണം? ആ കല്യാണം കേട്ടിട്ടില്ലേ? മാരേജ്. ഈ താലി കിട്ടണത് കണ്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കാതിരിക്കാൻ വഴിയില്ലല്ലോ. അതല്ല, അല്ല, ആരാള്? ഐ മീൻ അരച്ചക്കൻ. പണിയെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ആളിക്കത്താൻ കുറച്ചുകൂടെ വിറകിടാം. ഒരാള്, അതൊക്കെ ഒരാളാണ്. തനിക്കെന്തിനാ പറഞ്ഞിട്ട്? അതൊക്കെ ഒരാളാണെന്നേ. സർപ്രൈസ് വിളിക്കാൻ പാടോ? എന്തോന്ന് സർപ്രൈസ്? മേഡം ഗുഡ് ന്യൂസ്. പുള്ളി അല്ല, അവൾക്ക് സമ്മതാണോ? പിന്നെ അല്ല, ഓൾക്ക് ഡബിൾ ഓക്കെയാണ്. അല്ല, അതിനെന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? കേട്ടതൊന്നും നിങ്ങളുടെ പെണ്ണുമ്പഴാനെ പിടിച്ച് കിട്ടിക്കുന്നത്. ഞാൻ ദേഷ്യപ്പെടുന്നു. അയാൾക്കെന്താ? അല്ല അല്ല, ഈ കല്യാണമായിട്ട് നിങ്ങളെന്താ ഇവിടെ? ദേഷ്യപ്പെട്ടു. ഈ പൊട്ടനായിട്ട് അഭിനയിക്കാണോ എന്താണാവോ? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിൻ്റെ കല്യാണം. ഇങ്ങനൊരു മണ്ടൻ എൻ്റെ ചെക്കൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഞങ്ങൾ നാളെ പോകും. ഞങ്ങൾ ചുമ്മാ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതിൻ്റെ ചേട്ടാ. എന്തേലും ഫസ്റ്റ് ക്ഷണം ചേട്ടൻ ചേട്ടൻ മറക്കാണ്ട് വരണേ. പിന്നെ ഞാൻ എന്തായാലും വരും, മറക്കാണ്ട് വരും. ആ കല്യാണം മുടക്കാൻ പിന്നെ ഞാൻ തന്നെയല്ലേ വരിക. എന്തായാലും വരാട്ടാ. ചേട്ടൻ ഇങ്ങനെ കൊള്ളിച്ചുള്ള രീതിയിലൊക്കെ സംസാരിക്കണേ. സ്വന്തം പെങ്ങളുടെ കല്യാണമായിട്ട്, ഐ മീൻ സ്വന്തം പെങ്ങളിപ്പതി കണ്ട കൊച്ചിൻ്റെ കല്യാണം ആയിട്ട് ഒത്തിരി സന്തോഷമില്ലാത്ത പോലെ. പിന്നെ സന്തോഷിക്കാൻ പറ്റിയ വാർത്തയാണെന്ന് വെച്ചാൽ ടിക്കറ്റ് മനുഷ്യന്മാരുടെ ഉറക്കവും പോയി. എന്തോന്ന് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ചേട്ടന് പുറച്ചിലൊക്കെ കേട്ടത്തോന്നല്ലേ ചേട്ടനെ ഭാര്യയെ പിടിച്ച് കെട്ടിക്കാൻ പോണെന്ന്? എൻ്റെ ഭാര്യനെ പിടിച്ച് കെട്ടിക്കാൻ പോകുന്നത്, എൻ്റെ ഭാര്യനെ തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോകുന്നത്. സമ്മതിക്കില്ല, നടത്തൂല കല്യാണം. എന്തൊക്കെ പറഞ്ഞ്? ഭാര്യ അനന്യനെ തന്നെയല്ലേ പറഞ്ഞേ? അനന്യനെ തന്നെ പറഞ്ഞ. എന്തേ നമ്മളിപ്പോൾ എത്ര നേരം അവളുടെ കാര്യം തന്നെയല്ല പറഞ്ഞേ. ഇതൊരുമാതിരി കോത്തൂഷിച്ച കസ്തൂരി കൊണ്ടും കോക്ക കൊത്തുകൊണ്ടു പോയി എന്ന് പറഞ്ഞ പോലെ എനിക്ക് നിന്നൊന്ന് കാണണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു. എനിക്കും ചേട്ടനൊന്ന് കാണണം, കുറച്ചറിയാനുണ്ട്. എന്തായാലും നാളെ നമുക്ക് കാണാം.